VSSCയിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര ദൗത്യങ്ങളുടെ പദ്ധതികളുടെ ഒക്കെ പ്രൊജക്ടുകളുടെ ഒക്കെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് പകർന്നു നൽകുകയാണ് ISRO ചെയർമാൻ. അദ്ദേഹം ഗഗൻയാൻ പദ്ധതിയുടെ പുരോഗതി കൂടി വിലയിരുത്തുകയാണ് പ്രധാനമന്ത്രി. ഗഗൻയാനിൽ പോകുന്ന യാത്രികർ ആരൊക്കെയാണ് എന്ന് ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. VSSCയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഈ ദൗത്യാംഗങ്ങൾ ആരൊക്കെയായിരിക്കും, ദൗത്യത്തിലെ സംഘാംഗങ്ങൾ ആരൊക്കെയായിരിക്കും എന്ന് പ്രഖ്യാപിക്കും. 4 യാത്രികർ ഇതിനോടകം തന്നെ VSSCയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 വർഷം റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കിയ ടെസ്റ്റ് പൈലറ്റുമാർ ആണ് ഇവർ. ബംഗളൂരുവിൽ ISROയ്ക്ക് കീഴിലുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലും ഈ പൈലറ്റുമാർ പരിശീലനം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇവരാരൊക്കെയാണ്, അതിനകത്തെ മലയാളി പേരിനു വേണ്ടി കേരളം കാതോർത്തിരിക്കുകയാണ്. അവിടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ ഈ ദൗത്യ സംഘത്തിലെ ഒരാളായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 12 മണിയോടുകൂടിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി എത്തേണ്ടിയിരുന്നത്. അത് ഏതാണ്ട് 1 മണി വരെ ആകാനുള്ള സാധ്യതകളുണ്ട്. വീണ്ടും നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ VSSCയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അതിന്റെ വിശദാംശങ്ങൾ ഒക്കെ തന്നെ ISRO ചെയർമാൻ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അജീഷ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, VSSCയിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ പദ്ധതികളുടെയൊക്കെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് ISRO ചെയർമാൻ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്ര നേരം ഉണ്ടാകും VSSCയിൽ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ്? മറ്റെന്തെല്ലാം പുതിയ വിവരങ്ങളാണ് ഇപ്പോഴുള്ളത്? അജീഷ് ജയകുമാർ നമ്മളോടൊപ്പം. അജീഷ്, പറയൂ. ഗോപികൃഷ്ണൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് 45 മിനിറ്റ് VSSCയിൽ പ്രധാനമന്ത്രി ചെലവഴിക്കുമെന്നാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്ത് തന്നെ ഉറ്റുനോക്കുന്ന എല്ലാവരുടെയും അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് ISRO ചെയർമാൻ സോമനാഥ് പ്രധാനമന്ത്രിക്ക് വിവരിച്ചു കൊടുക്കുന്നത്. ഇവിടെയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായ ക്രൂ മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് VSSCയിലാണ്. മാത്രമല്ല, ഈ ഗഗൻയാൻ ദൗത്യത്തിന്റെ 4 സഞ്ചാരികൾ, ഈ 4 യാത്രക്കാർ ആരാണെന്നുള്ളത് പ്രധാനമന്ത്രി ഇന്ന് അവരുടെ പേരുകളും വിവരങ്ങളും പുറത്തുവിടും. കഴിഞ്ഞ 4 വർഷമായി ആ പേരുകളൊന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ പേര് വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. 2019 അവസാനത്തോടു കൂടിയാണ് ഈ 4 യാത്രികരെ ISRO തീരുമാനിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൈമാനികരാണ് ഈ 4 യാത്രികരും. ആദ്യം 25 പേരുടെ പട്ടികയുണ്ടാക്കി, പിന്നീട് അത് 12 പേരുടെ ചുരുക്കപ്പട്ടികയാക്കി, പിന്നീട് അതിൽ നിന്നാണ് ഈ 4 പേരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ISRO പുറത്തിറക്കിയിരുന്നു. ഈ വൈമാനികർ ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്ത് പരിശീലനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. പക്ഷേ അവരുടെ മുഖമോ മറ്റോ ഒന്നും കാണിക്കാതെ പിന്നിൽ നിന്നുള്ളൊരു ദൃശ്യങ്ങളായിരുന്നു അത്. അന്ന് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ആരാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഭാരതീയർ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. രാകേഷ് ശർമ്മ റഷ്യൻ പേടകത്തിലാണ് പോയിരുന്നതെങ്കിൽ ഈ 4 പേർ ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത പേടകത്തിലായിരിക്കും ബഹിരാകാശത്തേക്ക് പോവുക. 3 ദിവസം അവിടെ തങ്ങിയതിനു ശേഷം, ബഹിരാകാശത്ത് തങ്ങിയതിനു ശേഷം സുരക്ഷിതമായി തിരിച്ചെത്തുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. അടുത്ത വർഷം 2025 അവസാനത്തോടുകൂടി ഈ പദ്ധതി വിക്ഷേപിക്കുവാനാണ് ISRO ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി 2024 വ്യോമമിത്ര എന്ന പേരുള്ള ഒരു വനിതാ റോബോട്ടിനെ ആദ്യമായി ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ ബഹിരാകാശത്തേക്ക് അയക്കും. അതിനുശേഷം അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. ഇന്ന് VSSCയിൽ അത് മാത്രമല്ല പ്രധാനമന്ത്രി അന്വേഷിക്കുക, അതായത് 1800 കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്രധാനപ്പെട്ട 3 ഫെസിലിറ്റികൾ, 3 നിർമ്മാണങ്ങൾ കൂടി രാജ്യത്തിന് പ്രധാനമന്ത്രി ഇന്ന് സമർപ്പിക്കും. അതൊന്ന് VSSCയിൽ തന്നെയുള്ള ട്രൈസോണിക് ടണലാണ്. ഈ ട്രൈസോണിക് ടണൽ എന്ന് പറയുമ്പോൾ ഭാവി വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ, ഈ പരീക്ഷണങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 4 ഇരട്ടി, ശബ്ദത്തെക്കാൾ 4 ഇരട്ടി വേഗതയിൽ ഭാവിയിൽ റോക്കറ്റുകൾ മറ്റും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ VSSCയിലെ ബഹിരാകാശ ദൗത്യങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയാണ്. ISRO ചെയർമാൻ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാനിൽ പങ്കെടുക്കുന്ന 4 ടെസ്റ്റ് പൈലറ്റുമാർ ആരൊക്കെയാണെന്നുള്ളതാണ്. നേരത്തെ ദേശീയ മാധ്യമങ്ങൾ ഏതാണ്ട് ചില സൂചനകൾ പുറത്തുവിട്ടിരുന്നു. അതനുസരിച്ച് മലയാളിയായ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഈ ദൗത്യ സംഘത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന്
പ്രധാനമന്ത്രി ആ പേരുകൾ പ്രഖ്യാപിക്കും. കേരളം വളരെ അഭിമാനത്തോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൗത്യത്തിന്റെ തയ്യാറെടുക്കുന്ന 4 ടെസ്റ്റ് പൈലറ്റുമാരുടെ പേരുകളാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുക. തിരുവനന്തപുരം VSSCയിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഇവരിൽ 3 പേരാണ് ബഹിരാകാശ യാത്രയുടെ ഭാഗമാവുക. 3 ദിവസത്തേക്ക് ഏതാണ്ട് 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്ന ദൗത്യമാണ് ഗഗൻയാൻ ദൗത്യം. അതിലെ ടെസ്റ്റ് പൈലറ്റുമാർ ഏതാണ്ട് 1.5 വർഷത്തോളമായി റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ VSSCയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബംഗളൂരുവിലെ ISROയ്ക്ക് കീഴിലുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ കൂടി ഈ ടെസ്റ്റ് പൈലറ്റുമാർ പരിശീലനം നടത്തിയിട്ടുണ്ട്. ഏതായാലും ആ 4 പൈലറ്റുമാരുടെ പേരുകൾ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിൽ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടി ഉണ്ട് എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉണ്ടാകും ഈ കൂട്ടത്തിൽ എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്കിനി പരിശോധിക്കാനുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ ബഹിരാകാശ പദ്ധതികളുടെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ISRO ചെയർമാൻ പ്രധാനമന്ത്രിക്ക്. അദ്ദേഹത്തോടൊപ്പം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ പദ്ധതികൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ സാങ്കേതിക പ്രാധാന്യങ്ങൾ, പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് ഈ ദൗത്യം പൂർത്തിയാകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലെ വിശദാംശങ്ങളൊക്കെ തന്നെ ISRO ചെയർമാൻ പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഈ പ്രധാനപ്പെട്ട ഗഗൻയാൻ പദ്ധതിയുടെ ദൗത്യത്തിൻ്റെ പുരോഗതി വിലയിരുത്തുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ VSSCയിൽ. ഇവിടെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രിക്ക് ഇനി സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവിൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നവരുണ്ട്. കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേരളത്തിൻ്റെ വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ മറുപടി ഒരുപക്ഷെ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗത്തിൽ ഉണ്ടായേക്കാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുക. അവിടെ ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അവിടെ വേദിയും സദസ്സും ഏതാണ്ട് തയ്യാറായി നിൽക്കുകയാണ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാൻ. പ്രധാനമന്ത്രി ഇപ്പോഴുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ VSSCയുടെ ഈ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ അദ്ദേഹം അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടി എത്തിയതും അതിൻ്റെ തുടർന്നുള്ള കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ISRO ചെയർമാൻ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അജീഷ് നമ്മളോടൊപ്പം ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അജീഷ്, ഇനിയിപ്പോൾ ഈ ഗഗൻയാൻ ദൗത്യ സംഘാംഗങ്ങളെ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. അതിനകത്ത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരളമുള്ളത്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിനൊന്നാകെ അഭിമാനമാകുന്ന ഈ പദ്ധതിയിലെ മലയാളി സാന്നിധ്യം എന്നത് കേരളത്തിന് സവിശേഷമായ സന്തോഷം നൽകുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. അജീഷ്, എന്തൊക്കെ വിവരങ്ങളുണ്ട്? തീർച്ചയായും ഗോപികൃഷ്ണൻ, നമ്മളെ ഭാരതത്തിൽ നിന്ന് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ആദ്യമായി ബഹിരാകാശത്ത് പോകുന്ന ഭാരതീയർ എന്ന പ്രത്യേകതയാണ് ഈ 4 പേർക്കുള്ളത്. അതിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാം. അതിൽ ഇപ്പോൾ പുറത്തു വരുന്ന പേര് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നാണ്. അദ്ദേഹം 1999 എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത് അദ്ദേഹം സുഖോയ് യുദ്ധവിമാനമടക്കം ഇന്ത്യയുടെ സുപ്രധാനമായ യുദ്ധവിമാനങ്ങളടക്കം പറത്തി പരിചയസമ്പന്നരായ ഒരു വൈമാനികനാണ്. അദ്ദേഹമാണ് ഈ ഗ്രൂപ്പിനെ നയിക്കുന്നത് അദ്ദേഹമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4-അംഗ ദൗത്യ സംഘത്തിന്റെ കമാൻഡർ അദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി തന്നെ ആ പേരുകൾ പുറത്തുവിടുന്നതായിരിക്കും. ഈ ദൗത്യ സംഘത്തിന്റെ 4 അംഗം, കാരണം 2019 അവസാനമാണ് ഈ 4 പേരെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം 25 പേരെയാണ് രാജ്യത്ത് നിന്ന് തിരഞ്ഞെടുത്തത്. അതിൽ 12 പേരുടെ ചുരുക്കപ്പട്ടിക ഉണ്ടാക്കി. പിന്നീട് അത് 4 പേരായി ചുരുങ്ങുകയായിരുന്നു. 2020 കോവിഡിന്റെ മഹാമാരിക്ക് മുന്നോടിയായി ഇവർക്ക് റഷ്യയിൽ അയച്ചു. അവരുടെ കോസ്മോനോട്ടുകളാണ് ഇവരെ തുടക്കത്തിൽ പരിശീലിപ്പിച്ചത്. ഒരു വർഷത്തെ കഠിന പരിശീലനത്തിന് ശേഷം 2021 ഇവർ വീണ്ടും ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിൽ ISROയുടെ ആസ്ഥാനമായ ബംഗളൂരുവിൽ ഇവർ തീവ്ര പരിശീലനം നടത്തി. അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും ബഹിരാകാശത്തേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള പല സാഹചര്യങ്ങളിലും ഈ ഇന്ത്യയിൽ നിന്നുള്ള അസ്ട്രോണറ്റുകളെ പരിശീലിപ്പിച്ചു. ഇവരെയാണ് ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക. ഇവർ 4 പേരും ഇവിടെ VSSCയിൽ എത്തിച്ചേർന്ന് അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് VSSCയിൽ നിന്നുള്ളതാണ്. VSSCയിലെ പ്രധാനപ്പെട്ട ബഹിരാകാശ പദ്ധതികളുടെ വിശദാംശങ്ങൾ
പ്രധാനമന്ത്രിക്ക് ISRO ചെയർമാൻ S. സോമനാഥ് വിശദീകരിച്ചു കൊടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സംഘാംഗങ്ങളിൽ മുഖ്യമായും ഉള്ളത് അതിൻ്റെ ക്യാപ്റ്റനായി നിൽക്കാൻ പോകുന്ന നേതൃപദവിയിൽ നിൽക്കാൻ പോകുന്നത് മലയാളിയാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് മലയാളിയായിട്ടുള്ള വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാലക്കാട്ടെ നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനശേഷം 1999 ജൂണിലാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ സേനയിൽ അംഗമാകുന്നത്. സുഖോയ് യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റാണ് പ്രശാന്ത് എന്ന വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ഏതായാലും ഗഗൻയാൻ യാത്രികർ ആരൊക്കെയാണ്, ഈ പദ്ധതിയിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രികർ ആരൊക്കെയാണ് എന്നത് ഇന്ന് VSSCയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കും. 4 യാത്രികർ ഇതിനോടകം തന്നെ VSSCയിൽ എത്തിയിട്ടുണ്ട്. അവർ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ VSSCയിൽ എത്തിയിരിക്കുന്നത്. അതിനകത്ത് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ കൂടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലും ആഹ്ലാദത്തിലുമാണ് കേരളമുള്ളത്. രാജ്യത്തിൻ്റെ അഭിമാനമായി മാറാൻ പോകുന്ന ഗഗൻയാൻ പദ്ധതിയിലെ ആ ദൗത്യ സംഘങ്ങളെ നയിക്കാൻ പോകുന്നയാൾ കേരളത്തിൽ നിന്നുള്ളയാളാണെന്ന് മലയാളി പ്രശാന്ത് നായരാണെന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനാർഹമായ കാര്യമാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. VSSCയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് എത്താൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടികളിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് അല്പം വൈകൽ നേരിട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം നേരത്തെ മുൻ നിശ്ചയിച്ചതനുസരിച്ചാണെങ്കിൽ 12 മണിയോടുകൂടി അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റാണ് ഇനി അതിനുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി വിമാനം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് അരമണിക്കൂർ നേരത്തെ നിശ്ചയിച്ച സമയത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും തുടർന്നുള്ള പരിപാടികളെയും ബാധിക്കും. പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട പദ്ധതികൾ വളരെ സൂക്ഷ്മമായി അദ്ദേഹം പരിശോധിക്കുകയാണ്. ISRO ചെയർമാൻ S. സോമനാഥ് അദ്ദേഹത്തിന് ഓരോ ദൗത്യത്തിലെയും അതിൻ്റെ പേടകത്തിനെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ISROയിലെ ശാസ്ത്രജ്ഞരെ ഗവേഷകരെയും അദ്ദേഹം കണ്ടു. അവരുടെ പദ്ധതികൾ, അതിൻ്റെ പുരോഗതി പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തി. ഇനി ഗഗൻയാൻ ദൗത്യത്തിലെ സംഘാംഗങ്ങളുടെ പേരുകൾ പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ മലയാളിയായ പ്രശാന്ത് നായരുടെ പേര് കൂടി ഉണ്ടാകും എന്ന ആകാംക്ഷയിൽ കേരളം കാതോർത്തിരിക്കുകയാണ് ആ പ്രഖ്യാപനത്തിനു വേണ്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും അവിടെ VSSCയിൽ അദ്ദേഹം വിവിധ ബഹിരാകാശ ദൗത്യങ്ങളുടെ പുരോഗതി വിലയിരുത്തുകയും ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സശ്രദ്ധം സസൂക്ഷ്മം അദ്ദേഹം നിരീക്ഷിക്കുകയും കൂടിയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം വീണ്ടും അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ മലയാളികൾ, നമ്മൾ രാജ്യത്തെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ 4 പേരുടെ പേരുകൾ, വിവരങ്ങൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ പുറത്തുവിടുന്നതായിരിക്കും. അതിൽ മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സൂചന. അദ്ദേഹവും ഉൾപ്പെടെയുള്ള 4 പേർ, 4 ആസ്ട്രോണറ്റുകൾ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം അവർ ഇപ്പോഴും ഈ VSSCയിൽ തന്നെയുണ്ട്. പ്രശാന്ത് നായരെ കൂടാതെ തന്നെ ആൻകട്ട് പ്രതാപ്, അജിത് കൃഷ്ണൻ, ചൗഹാൻ എന്നിവരാണ് ഈ ദൗത്യ സംഘത്തിൽ ഉള്ള മറ്റു 3 പേർ. ഈ ദൗത്യ സംഘത്തെ നയിക്കുന്നത് കേരളത്തിലെ മലയാളിയായ പ്രശാന്ത് നായരാണ്. 1999 ബാച്ചിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സുഖോയ് അടക്കമുള്ള ഇന്ത്യയുടെ സുപ്രധാനമായ പോർ വിമാനങ്ങൾ പറത്തി പരിചയസമ്പന്നനായ വൈമാനികനാണ്. അദ്ദേഹമാണ് ഈ ഇന്ത്യയുടെ ഏറ്റവും അഭിമാന ദൗത്യമായ ഏതായാലും രാജ്യം ആകാംക്ഷയോടുകൂടി അഭിമാനത്തോടുകൂടി കാത്തിരിക്കുന്നത് ഗഗൻയാൻ ദൗത്യത്തിലെ സംഘാംഗങ്ങൾ ആരൊക്കെയാണ് എന്നറിയാനാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ആ പേരുകൾ പ്രഖ്യാപിക്കും. 4 പേരടങ്ങുന്ന സംഘത്തിൽ മലയാളിയായ വൈമാനികൻ, സുഖോയ് യുദ്ധ വൈമാനികൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ പേരുകൂടി ഉണ്ടാകും. അദ്ദേഹമായിരിക്കും ഈ ദൗത്യത്തെ നയിക്കുക എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം വളരെ അഭിമാനത്തോടുകൂടി ആകാംക്ഷയോടുകൂടി പ്രധാനമന്ത്രിയുടെ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ഈ പദ്ധതി? ആ പദ്ധതിയുടെ ദൗത്യം എന്താണ്? ആ പദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? രാജ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം അഭിമാനകരമായ ഒന്നായി ഈ പദ്ധതി മാറാൻ പോകുന്നു?